എന്നാ നീ ഇന്ന് ബെഞ്ചിമേ കേറി നിക്കണം. നിനക്ക് ശരിക്കും തൊട്ടിലാട്ടും ജനനിയെ പെട്ടെന്ന് തട്ടി നീക്കി രണ്ടോ മനക്കയ്യുകൾ. തൊട്ടിലാട്ടും ജനനിയെ പെട്ടെന്ന് തട്ടി നീക്കി രണ്ടോ മനക്കയ്യുകൾ. കേട്ടു പിന്നിൽ നിന്നീ കളഗീതി ഞാൻ കാട്ടുകിന്നുടെ കൊച്ചനുജത്തിയെ. കേട്ടു പിന്നിൽ നിന്നീ കളഗീതി ഞാൻ കാട്ടുകിന്നുടെ കൊച്ചനുജത്തിയെ. ആലുവപ്പുഴയിൽ ഒരു ചലച്ചിത്രമുണ്ടാവുകയാണ്, മിന്നാമിനുങ്ങിൻ്റെ നുറുങ്ങുവെട്ടം. ഭരതൻ്റെ ഏറ്റവും ക്യൂട്ടായിട്ടുള്ള ഒരു കഥ പറച്ചിൽ ഉള്ള ചലച്ചിത്രമാണ് മിന്നാമിനുങ്ങിൻ്റെ നുറുങ്ങുവെട്ടം. സത്യമാണ്, അത് മിന്നാമിനുങ്ങിൻ്റെ നുറുങ്ങുവെട്ടമാണ്. കാരണം ആ വെളിച്ചത്തിന് പോലും അതൊരു ഒരു 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 ഇരുട്ടിനകത്തൊരു ഒരു ശുഭപ്രതീക്ഷയുടെ കൂറ്റാക്കൂർ ഇരുട്ടിനകത്തുള്ളൊരു ശുഭപ്രതീക്ഷ പോലുള്ള ഒരു വെളിച്ചമാണത്. ആ വെളിച്ചത്തിൻ്റെ കഥ പറയുമ്പോൾ അതിൻ്റെ ആ ഒതുക്കം കൃത്യമായിട്ട് പാലിച്ചിട്ടുള്ള ഒരു ചലച്ചിത്രമാണ് മിന്നാമിനുങ്ങ്. അതിൻ്റെ ഫ്രെയിമുകളിൽ പോലും ആ പറയുന്നത് ഒട്ടും വൈഡായിട്ടല്ലാതെ എന്നാൽ അതിനകത്തുള്ള ഒരു തിളക്കം നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ പറ്റുന്ന വെല്ലെ വെല്ലെ മുഖപടം തെല്ലുയർത്തി എന്നുള്ള പാട്ട് അതിനകത്ത് അതിൻ്റെ പുഴ ആ ആലുവപ്പുഴയിലെ ആ പാട്ട് തുടങ്ങുമ്പോൾ പോലും അതിനാണ്. കാരണം വെച്ച് കഴിഞ്ഞാൽ ദേവേട്ടനും പാർവതിയുമാണ് അവരുടെ ഒരു സഞ്ചാരത്തിൻ്റെ അകത്തുനിന്ന് തുടങ്ങി പതുക്കെ 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 റിവീൽ ചെയ്ത് വരുന്ന ഒരു നമ്മളൊരു ഇങ്ങനെ ആ പാട്ടിൻ്റെ ഈണത്തിനനുസരിച്ച് അതിൻ്റെ വരികൾക്കനുസരിച്ച് പതുക്കെ വിടർന്നു വരുന്ന ഒരു താമര പോലെയാണ് അതിൻ്റെ ഒരു അവസ്ഥ ഉണ്ടാക്കുന്നത്. ആ പാട്ടിനകത്ത് ചെയ്യുമ്പോൾ അതും ഇതേപോലെ തന്നെ ഒരു അന്തരീക്ഷമാണ്. കാരണം വീട് ഉണ്ട്, വീടിനകത്തുള്ളൊരു അന്തരീക്ഷമുണ്ട്, അതിൻ്റെ ചുറ്റുവട്ടങ്ങളുണ്ട്, പുഴയിലേക്ക് ഇറങ്ങുന്ന പടിക്കെട്ടുകളുണ്ട്, പായൽ പൂശിയ പായൽ നിറഞ്ഞ ചുമരുകളുണ്ട്, ചുമരിൽ ചിത്രം വരപ്പുണ്ട്. അതിനകത്തൊക്കെ ഒരു മൈന്യൂട്ട് കാര്യങ്ങൾ പോലും ശ്രദ്ധിച്ചുകൊണ്ട് ഭരതൻ ചെയ്തത്. അത് എപ്പോഴും വൈഡായിട്ട് വളരെ വിശാലമായിട്ട് ചിന്തിക്കുന്നതിനൊപ്പം തന്നെ ഏറ്റവും ഒതുങ്ങിയ രീതിയിൽ മനുഷ്യൻ്റെ മനസ്സ് കാണാൻ പറ്റും എന്ന രീതിയിൽ ചിത്രീകരിച്ച ഒരു പാട്ടാണ് മെല്ലെ മെല്ലെ മുഖപടം എന്നുള്ള പാട്ട്. മലയാളത്തിൻ്റെ നമ്മുടെ മണ്ണിൻ്റെ മണം പരിപൂർണമായിട്ട് ഉൾക്കൊണ്ട് സംഗീതം ചെയ്തിട്ടുള്ള ഒരു വ്യക്തിയായിരുന്നു ജോൺസേട്ടൻ, പറയാതിരിക്കാൻ വയ്യ. ഈ പാട്ടിൻ്റെ ഒരു പ്രത്യേകത എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ പ്രിയപ്പെട്ട ദാസേട്ടൻ്റെ ആലാപനം, ആ മെല്ലെ മെല്ലെ മുഖപടം തെല്ലു, അത് പറയുമ്പം തന്നെ ആ പാടുമ്പം തന്നെ ആ പാട്ട് മുഴുവനായി, പിന്നെ ബാക്കി കേൾക്കണ്ട, അത്രയ്ക്ക് സുഖമായിട്ടാണ്. ഒന്നാമത് അക്ഷരസ്ഫുടത എന്ന് പറഞ്ഞാൽ ദാസേട്ടന് മറ്റുള്ളവർ കടുംപിടുത്തം പിടിക്കുമ്പോൾ ദാസേട്ടന് ചുമ്മാ അത് ദൈവമായിട്ട് തന്നേക്കുന്നതാണ്. അത് പാടാൻ വേണ്ടി അവിടെ നിങ്ങോട് പറഞ്ഞു വിട്ടേക്കുന്ന ആളാണ്. മെല്ലെ മെല്ലെ മുഖപടം തെല്ലൊതുക്കി എന്ന ഗാനം കേൾക്കുമ്പോൾ ഈ രചനയും സംഗീതവും അതിൻ്റെ ആലാപന രീതിയും അതിൻ്റെ പിക്ചറൈസേഷൻ ഉൾപ്പെടെ എല്ലാ ഫാക്ടേഴ്സും ഒത്തിണങ്ങി വന്നിട്ടുള്ള ലക്ഷണമൊത്തൊരു ഗാനമായിട്ടാണ് എനിക്ക് തോന്നാറുള്ളത്. അതുകൊണ്ട് തന്നെ ആയിരിക്കണം മലയാളികളുടെ ഏറ്റവും പ്രിയപ്പെട്ട പ്രണയഗാനങ്ങളിൽ ഒന്നായി ഇത് മാറിയത്.